4 മാസങ്ങൾക്കപ്പുറം കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. സെമി ഫൈനലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞല്ലോ. അതിൽ കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പിക്ക് എത്ര സീറ്റ് കിട്ടും എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കേരളത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളായി 36 മണ്ഡലങ്ങളെ ബി.ജെ.പി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ എം.എൽ.എമാരുടെ എണ്ണം അവർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 5 സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നു. അതിനാവശ്യമായ വിലയിരുത്തലുകളും പ്രവർത്തനങ്ങളും ബി.ജെ.പി ആരംഭിച്ചിട്ട് വർഷങ്ങളായി. സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആളുകളെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ട് വർഷങ്ങളായി. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നതോടുകൂടി ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്ന ഉണർവ് ചില്ലറയല്ല. ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലുകളും നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ അപ്രതീക്ഷിതമായി ബി.ജെ.പിയുടെ പ്രസിഡന്റായി ചാർജ് എടുക്കുമ്പോൾ രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത ഒരാളിന് കേരളത്തിൽ ബി.ജെ.പിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന പരിഹാസമാണ് ആദ്യം നേരിടേണ്ടി വന്നത്. ഒപ്പം മലയാളം നന്നായി സംസാരിക്കാൻ അറിയാത്ത ഒരു വ്യക്തിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്ന പരിഹാസം എതിർ പാർട്ടികളിൽ നിന്നും ഒരുപക്ഷെ സ്വന്തം അണികളിൽ നിന്ന് രഹസ്യമായി പോലും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ 2 പരിഹാസങ്ങളെയും അദ്ദേഹം തന്റെ കഴിവിലൂടെ, തന്റെ പ്രവർത്തന മികവിലൂടെ മറികടന്ന വ്യക്തിയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി കേരളത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. കേരളത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന 36 സീറ്റുകളിൽ 5 സീറ്റും തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് പ്രത്യേകത. തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നേടുന്ന സീറ്റുകൾ ഭാവിയിൽ കേരള ഭരണത്തിലേക്ക് അവരെ എത്തിക്കാൻ കഴിയും എന്ന് തന്നെ നേതാക്കളും അണികളും വിശ്വസിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ട് നില അനുസരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ നിയമമണ്ഡലം തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായി ഒരു എം.എൽ.എ ബി.ജെ.പിക്ക് ലഭിച്ചതും തിരുവനന്തപുരത്ത് നിന്നാണ്. തൊട്ടടുത്ത് നടന്ന ഇലക്ഷനിൽ അത് നഷ്ടപ്പെട്ടു എങ്കിലും ബി.ജെ.പിയുടെ പ്രഭാവം അവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. അവിടേക്കുള്ള സ്ഥാനാർത്ഥിയെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാൻ തന്നെ മത്സരിക്കും എന്ന. തീർച്ചയായും ആ മണ്ഡലം ബി.ജെ.പി 100% പ്രതീക്ഷിക്കുന്ന, 100% പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. തുടർന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന അടുത്തൊരു മണ്ഡലമാണ് 46,372 വോട്ടുകളുമായി നിൽക്കുന്ന കാട്ടാക്കട. പി.കെ. കൃഷ്ണദാസ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. പി.കെ. കൃഷ്ണദാസിന് തന്നെ മണ്ഡലത്തിലുള്ള നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പി.കെ. കൃഷ്ണദാസിന് കഴിയും, വിജയിക്കും എന്ന് തന്നെയാണ് ബി.ജെ.പിക്കാരുടെ പ്രതീക്ഷയും. വി മുരളീധരൻ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. 40,582 വോട്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് ബി.ജെ.പിക്ക് ലഭിച്ചത്. ഒരിക്കലും മോശമായ ഒരു വോട്ടല്ലേ അത്. ഏതാനും ചില വോട്ടുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് അവിടെ ജയിക്കാൻ സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. 38,228 വോട്ടുകളുമായി നിൽക്കുന്ന വട്ടിയൂർക്കാവ് ബി.ജെ.പിയുടെ സ്വപ്നമണ്ഡലമാണ്. 2 പേർക്കാണ് അവിടെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഒന്ന് നടൻ കൃഷ്ണകുമാറാണ്. മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കാലങ്ങളായി. പിന്നെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരു പേര് ശ്രീലേഖ IPSന്റേതാണ്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ജനശ്രദ്ധയെ ആകർഷിച്ച ചില നീക്കങ്ങളുടെ ഉടമയാണവർ. ആ നീക്കങ്ങൾ ഇപ്പോഴിരിക്കുന്ന എം.എൽ.എയുടെ പ്രഭാവം കെടുത്തുന്നത് കൂടിയായിരുന്നു. പക്ഷെ ശ്രീലേഖയ്ക്ക് മുന്നിൽ വരുന്ന ഒരു തടസ്സം എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ കൗൺസിലറാണ്. ആ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് 1 സീറ്റ് നഷ്ടപ്പെടുകയാണ്, 1 വോട്ട് നഷ്ടപ്പെടുകയാണ്. വീണ്ടും മറ്റൊരു ബി.ജെ.പിക്കാരനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചാലേ അവരുടെ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയൂ. അതുകൊണ്ട് സാധ്യത ഒരല്പം കുറവാണ്. എങ്കിലും പക്ഷേ ശ്രീലേഖയുടെ വാക്ചാതുരിയും പ്രവർത്തന മികവും ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പരന്നു നടക്കുന്ന ആ പേരും ബി.ജെ.പിയിൽ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വട്ടിയൂർക്കാവിൽ നിലനിൽക്കുന്ന 2 പേരുകളാണ്. ഒന്ന് നടൻ കൃഷ്ണകുമാറിൻ്റെതും അടുത്ത ശ്രീലേഖ IPSന്റേതും. 35,821 വോട്ടുകളുമായി തിരുവനന്തപുരവും നിൽക്കുന്നുണ്ട്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കൊണ്ട് ഞെട്ടിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം എന്നറിയുന്നു. തീർച്ചയായും ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന ഒരു സുവർണ മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വിജയിച്ചു കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്ക് നൽകുന്ന മൈലേജ് ചില്ലറയല്ല. ഈ 5 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് ബി.ജെ.പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ. നേമം, കഴക്കൂട്ടം, കാട്ടാക്കട, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. അപ്രതീക്ഷിതമായി പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരാണ് യുവരാജ് ഗോകുൽ.
സോഷ്യൽ മീഡിയകളിൽ ചർച്ചകളിൽ സൗമ്യമുഖമായ യുവരാജ് ഗോകുൽ, എതിരാളികളെ അമ്പരപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിത്വം, മിടുക്കനായ പ്രവർത്തകൻ. ബി.ജെ.പിയുടെ ആ സൗമ്യമുഖത്തെ പ്രതീക്ഷിക്കുന്നത് നെടുമങ്ങാടേക്കാണ്. നെടുമങ്ങാട് യുവരാജ് ഗോകുൽ വരികയാണെങ്കിൽ UDF-ഉം LDF-ഉം ഒന്ന് വിറയ്ക്കും. ഈ 6 സീറ്റുകളിൽ 5 സീറ്റുകൾ നേടിയെടുക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ അവർ ആരംഭിച്ചു കഴിഞ്ഞു. നിശബ്ദമായ പ്രചരണമാണ് ഇപ്പോൾ ബി.ജെ.പിയുടേത്. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനം. തിരുവനന്തപുരത്ത് അവർ നേടുന്ന വോട്ടുകൾ, തിരുവനന്തപുരത്ത് അവർ നേടുന്ന സീറ്റുകൾ ഭാവിയിലെ കേരള ഭരണത്തിന് നാന്ദിയായേക്കാം. ഇതൊക്കെ പറയുമ്പോഴും പറഞ്ഞു കേൾക്കുന്ന ചർച്ചകളിൽ വരുന്ന പേരുകളാണ് ഇവയൊക്കെ. അടിസ്ഥാനപരമായി പേരുകൾ നിർദ്ദേശിക്കേണ്ടത്, പ്രഖ്യാപിക്കേണ്ടത് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.